Hello, my dear students. How are you? Welcome to the class. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് മേൻ ആൻഡ് മീഡിയയിലെ നെക്സ്റ്റ് സെക്ഷൻ ആണല്ലേ. എന്താണ് ദ കമ്പ്യൂട്ടർ? അതിനു മുമ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താ നമുക്ക് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം. The limitations of the television and the newspaper are mostly compensated for by the computer. The computer as well as the internet has brought the world closer. അപ്പൊ എന്താണ് പറയുന്നത്? ടെലിവിഷന്റെയും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിന്റെയും ഒക്കെ എന്താണ് ലിമിറ്റേഷൻസ് ഒക്കെയാണ് അല്ലെ. അതായത് അതിന്റെ കുറവുകളൊക്കെ പരിഹരിച്ചത് ആരാണ്? കമ്പ്യൂട്ടർ ആണ് അല്ലെ. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും നമ്മൾ ലോകത്തിനെ തന്നെ ഒന്നും കൂടി എന്താണ് അടുത്തേക്ക് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടല്ലേ. കമ്പ്യൂട്ടർ നമ്മളെ ലോകം മൊത്തമുള്ള എല്ലാ ആളുകളെയും നമുക്ക് അടുത്ത് തന്നെ കാണാനുള്ളൊരു സിറ്റുവേഷൻസ് ഒരുക്കിയത് ആരാണ്? കമ്പ്യൂട്ടർ ആണെന്നാണ് പറയുന്നത്. ഹിയർ ആർ എ ഫ്യൂ ഹെഡ്ലൈൻസ്, റീഡ് ദം. അപ്പൊ എന്താണ് താഴെ കുറച്ച് ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ടല്ലേ, കുറേ ഹെഡ്ലൈൻസ് ഉണ്ടല്ലേ. അപ്പൊ എന്താണ് അതൊക്കെ പറയുന്നത്? അതൊക്കെ കാണിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ ഉപയോഗത്തെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ഓക്കെ. The computer has become a part of the media only in recent years. In the 1916 and 17s, computers were mostly used by big companies and businessmen. Very few people could buy a computer to be used at home. കമ്പ്യൂട്ടർ മീഡിയയുടെ അതായത് മാധ്യമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അധിക വർഷമൊന്നും ആയിട്ടില്ല. 1960-ലും 1970-ലൊക്കെയാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ളത്. അതെങ്ങനെ? വലിയ വലിയ ബിസിനസ്മാൻ അതുപോലെ തന്നെ കമ്പനീസ് അല്ലേ, അവരൊക്കെയാണ് കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ അവർക്കൊക്കെ സാധിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ കുറവ് ആൾക്കാർക്ക് മാത്രമാണ് അവരുടെ പേഴ്സണൽ ഉപയോഗത്തിന് വേണ്ടിയിട്ട് അവരുടെ വീടുകളിലൊക്കെ കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. 1918s and 19s there was an incredible growth in computer sales. The popularity of the internet, the World Wide Web and email have made the computers inevitable in the modern world. Have you ever thought about the advantages of the internet? It helps millions of people to communicate with each other quickly and cheaply. Moreover, it enables quick access to knowledge. 1980-ലും 1990-ലൊക്കെ കമ്പ്യൂട്ടറിൻ്റെ വിൽപ്പനയിൽ ഗണ്യമായിട്ടുള്ള വർധന ഉണ്ടായിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ് പോപ്പുലർ ആക്കിയിട്ടുള്ളത്? ഇൻ്റർനെറ്റ്, വേൾഡ് വൈഡ് വെബ്, അതുപോലെ തന്നെ ഇമെയിലിലെ ഇമെയിലൊക്കെയാണ് ആളുകളുടെ ജീവിതത്തിൽ നിന്നും കമ്പ്യൂട്ടറിനെ മാറ്റി നിർത്താൻ പറ്റാത്ത ഘടകമായിട്ടുള്ളത്. ഓക്കെ. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനെറ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇൻ്റർനെറ്റിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ്റർനെറ്റിൻ്റെ പ്രാധാന്യം എന്താണ്? ലോകത്തിലെ പല ഭാഗത്ത് ജീവിക്കുന്ന ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ അല്ലേ, അതായത് അവർ തമ്മിലുള്ള ആശയവിനിമയം ഏറ്റവും ചീപ്പാക്കിയിട്ട്, അതായത് ഏറ്റവും എളുപ്പമാക്കിയിട്ട് എക്കണോമിക് അതുപോലെ തന്നെ ഫാസ്റ്റ് ആക്കിയില്ലേ. അത് നമുക്ക് ആവശ്യമുള്ള നോളജിന് ആക്സസ് നൽകുന്നുണ്ട്. എങ്ങനെ? നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ലഭിക്കണമെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. How did man come to invent the computer? Man learned to count long ago, but the first calculating device he invented seems to have been the abacus. It is a wooden frame with the horizontal rods, wires carrying beads. The counting is done by moving the beads one by one along the rods or wires. എന്താണ് മനുഷ്യൻ എണ്ണാൻ പഠിച്ചത്? ആർക്കെങ്കിലും അറിയോ? കുറേ വർഷങ്ങൾക്ക് മുമ്പാണല്ലേ. പക്ഷേ അവന് കണ്ടുപിടിച്ച ആദ്യത്തെ എണ്ണാൻ പറ്റുന്ന ഡിവൈസ്, ആ ഒരു എക്യുപ്മെന്റ്സ് മനുഷ്യൻ ആദ്യം ഇൻവെന്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? കാൽക്കുലേഷന് വേണ്ടിയിട്ടാണല്ലേ, അതായത് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അബാക്കസ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. അബാക്കസ് എല്ലാവർക്കും അറിയാലോ. മാം പിക്ചർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയേ. ഓക്കെ. അബാക്കസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താണ് ഹൊറിസോണ്ടൽ വയേഴ്സ് ഉണ്ട്. അതിൻ്റെ മുകളിൽ കുറേ ബീഡ്സ് ഉണ്ട് അല്ലേ, കുറേ മുത്തുകളുണ്ട്. ആ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടാണ് അബാക്കസിലൂടെ നമ്മളൊക്കെ കൗണ്ടിങ് ചെയ്യുന്നത്. The first mechanical adding machine was made by Pascal in France and improved upon by Leibniz in Germany, but it was Charles Babbage of England who made the first calculating machine called the difference engine in 1822. Later he designed the even more powerful analytical engine but could not get it made. Its basic design is remarkably similar to the modern electronic computer. First mechanical adding machine എന്നാൽ
അത് സ്വയം, അതായത് തന്നെത്താലെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടാക്കിയത് പാസ്കലാണ്. പാസ്കൽ ഫ്രാൻസിലാണ് ജീവിച്ചിരുന്നത്. ഓക്കെ, അതിന് കുറച്ചൊക്കെ ചേഞ്ച് ഒക്കെ വരുത്തിയത് ആരാണ്? ജർമ്മനിയിലെ ലൈബ്നിസ് ആണ്. ജർമ്മനിയിലെ ആരാണ്? ലൈബ്നിസ് ആണ്. ഓക്കെ, പക്ഷേ ആദ്യമായിട്ടൊരു കാൽക്കുലേറ്റിംഗ് മെഷീൻ ഇൻവെന്റ് ചെയ്തത് ആരാണ്? ചാൾസ് ബെബേജ് ആണ്. നമുക്കറിയാം ചാൾസ് ബെബേജിനെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയാറുണ്ട് അല്ലേ. അദ്ദേഹമാണ് ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് മെഷീൻ ഇൻവെന്റ് ചെയ്തത്. അതിന്റെ പേരെന്താണ്? ഡിഫറൻസ് എഞ്ചിൻ എന്നാണ് അല്ലേ. ഡിഫറൻസ് എഞ്ചിൻ എന്നാണ് ഇൻവെന്റ് ചെയ്ത വർഷം? 1822 പിന്നെ അദ്ദേഹം ഡിസൈൻ ചെയ്തത് ഒരു അനലിറ്റിക്കൽ എഞ്ചിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ അനലിറ്റിക്കൽ എഞ്ചിന് വേണ്ടിയിട്ട് ഡിസൈൻ നടത്തി. പക്ഷേ അദ്ദേഹത്തിന് അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൻ്റെ ബേസിക് ഡിസൈൻ, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഡിസൈൻ പറയുന്നത് ഇപ്പോൾ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ അതുപോലെയാണ് എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ സിമിലർ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ വിത്ത് മെക്കാനിക്കൽ മെഷീൻ സ്റ്റാർട്ടഡ് വിത്ത് ദ 1890 US census. It was done with punched cards and tabulating machine designed and made by Hermann Hollerith. Later, this machine came to be used in business industry and the government for processing data. The first electronic computers were made in the late 40s in the USA, Germany and England. ENIAC made in the USA in the best known among these first generation. 1890 US സെൻസസിനോട് കൂടിയാണ് ഇങ്ങനെ മെക്കാനിക്കൽ മെഷീൻസ് യൂസ് ചെയ്തിട്ട് ഡാറ്റ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തു തുടങ്ങിയത്. അതുപോലെ തന്നെ പഞ്ചഡ് കാർഡ് യൂസ് ചെയ്തിരുന്നു, അങ്ങനെ ടാബ്ലറ്റിംഗ് മെഷീൻസ് യൂസ് ചെയ്തിരുന്നു. അതൊക്കെ ഡിസൈൻ ചെയ്തത് ഹെർമൻ ഹോൾറിത്ത് ആയിരുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ് പഞ്ചഡ് കാർഡ് എന്നല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പം നമ്മളൊരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു ID കാർഡ് തരും, അല്ലെങ്കിൽ ഒരു പഞ്ചഡ് കാർഡ് ഉണ്ടാകൂലേ. ആ കാർഡ് ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡാറ്റ ഒക്കെ റീഡ് ചെയ്യും. ഏത് എംപ്ലോയി ആണ് ആ ഓർഗനൈസിലോട്ട് വന്നിട്ടുള്ളത്, ഏത് സമയത്താണ് കയറിയത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പഞ്ചഡ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള പഞ്ചഡ് കാർഡും ടാബ്ലറ്റിംഗ് മെഷീൻസ് ഒക്കെ എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ടല്ലേ, എല്ലാ കമ്പനീസിലും എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയത് എവിടെയാണ്? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എവിടെയാണ് ഉണ്ടാക്കിയത്? USA-യിലും ജർമ്മനി അതുപോലെ ഇംഗ്ലണ്ടിലൊക്കെയാണ് അല്ലേ. അതിലെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ആണ് എന്ന് പറയുന്നതാണ് ENIAC അല്ലേ. അത് ഉണ്ടാക്കിയത് US-ലാണ്. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഏതാണ്? ENIAC. ഓക്കെ, Invention of the transistor in 1948 led to the making of the second generation machine in the 15s. Then came the third generation in the 16s with the machines using integrated circuits. The invention of the microprocessor in 1971 brought the fourth generation. With each new generation, computers have become more powerful, more reliable, smaller in size and cheaper. The fifth generation promised by the Japanese is yet to come. 1948 ട്രാൻസിസ്റ്റർ ഇൻവെന്റ് ചെയ്തു. ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചു അല്ലേ. അതെന്ത് ചെയ്തു? സെക്കൻഡ് ജനറേഷൻ മെഷീൻ ഉണ്ടാക്കാനുള്ള കാരണമായി. അത് നടന്നത് 1950-ലാണ്. ഓക്കെ, ദെൻ കെയിം ദ തേർഡ് ജനറേഷൻ ഇൻ ദ 16s. അപ്പോൾ തേർഡ് ജനറേഷൻ വന്നത് 16s-ലാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ജനറേഷൻ 40-ലാണ്, സെക്കൻഡ് 50 തേർഡ് 60-ലാണ്. അപ്പോൾ അത്രയ്ക്കും 10 കൊല്ലത്തിൻ്റെ ഗ്യാപ്പിലാണ് ഈ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വിത്ത് ദ മെഷീൻ യൂസിങ് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ദ ഇൻവെൻഷൻ ഓഫ് ദ മൈക്രോ പ്രൊസസർ ഇൻ 1971 ബോർഡ് ദ ഫോർത്ത് ജനറേഷൻ. അപ്പോൾ എന്താണ് പറയുന്നത്? മൈക്രോ പ്രൊസസ്സറൊക്കെ ഇൻവെൻറ്റ് ചെയ്തതോട് കൂടിയിട്ട് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സായി. വിത്ത് ഈച്ച് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഹാവ് ബിക്കം മോർ പവർഫുൾ, മോർ റിലയബിൾ, സ്മോളർ ഇൻ സൈസ് ആൻഡ് ചീപ്പർ. ദ ഫിഫ്ത്ത് ജനറേഷൻ പ്രോമിസ്ഡ് ബൈ ദ ജാപ്പനീസ് ഈസ് യെറ്റ് ടു കം. അപ്പോൾ എന്താണ് പറയുന്നത്? ഓരോ ജനറേഷൻ കഴിയും തോറും കമ്പ്യൂട്ടറിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലേ. ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു റൂമിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ പിക്ചർ മാം താഴെ കൊടുക്കാം കേട്ടോ. എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അല്ലേ. ഒരു റൂമിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു പണ്ട് കാലത്തെ കമ്പ്യൂട്ടേഴ്സ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്.
ഇപ്പോൾ നമുക്കറിയാം ടാബും നോട്ട്ബുക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. ജസ്റ്റ് നമുക്ക് കയ്യിലൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിൽ കമ്പ്യൂട്ടേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയും ജാപ്പനീസുകാർ പ്രോമിസ് ചെയ്ത 5th ജനറേഷൻ കമ്പ്യൂട്ടറിലെ 5ാമത്തെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വരാനിരിക്കുന്നുള്ളൂ, അത് വന്നിട്ടില്ല. അതിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് പറയുന്നത് എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസിൽ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. വൈ ഈസ് ദ കമ്പ്യൂട്ടർ ഇന്നോവേറ്റബിൾ ഇൻ ദ മോഡേൺ വേൾഡ്? എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ മോഡേൺ വേൾഡിൽ, അതായത് ഇപ്പോഴത്തെ യുഗത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ഡിവൈസായി മാറിയിട്ടുള്ളത് എന്ന് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസറും മാം താഴെ കൊടുക്കാം കേട്ടോ. നമ്പർ 2, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Why is the invention of the first calculating machine by Charles Babbage considered a remarkable one? ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് മെഷീൻ ഉണ്ടാക്കിയത് ചാൾസ് ബെബേജ് ആണ് അല്ലേ. എന്തുകൊണ്ടാണ് അതൊരു റിമാർക്കബിൾ ആണ് എന്ന് പറയുന്നത്, ഒരു പ്രാധാന്യം ഉണ്ട് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Then 4, what is the role of Hermann Holrith in the improving the design of the computer? ഹെർമൻ ഹോൾറിത്ത് എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഡിസൈനിൽ, അതായത് ഇംപ്രൂവ്മെൻ്റ് കൊണ്ടുവന്നത്, എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. What are the developments that helped to improve upon the first generation computers? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ഡേഷൻസിൽ, അതായത് എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വിൽ ബി കേപ്പബിൾ ഓഫ് റീസണിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ്. വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് ദം? നോട്ട് ദം ബിലോ. അപ്പോൾ എന്താണ് പറയുന്നത്, 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, അതായത് ജാപ്പനീസിലുള്ള ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിലവിൽ വന്നിട്ടില്ല. അത് ഹ്യൂമൻ ബ്രെയിനിനെ പോലെ തന്നെ, അല്ലെങ്കിൽ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ തന്നെ, അതായത് ചിന്തിക്കാൻ കഴിവുള്ളൊരു കമ്പ്യൂട്ടർ ആകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, ആ ഒരു എക്സ്പെക്റ്റേഷൻ ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ദ കമ്പ്യൂട്ടർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.